ഇന്ന് പരിശുദ്ധാത്മാവ് ഇങ്ങനെ പറയുന്നു, ചില അകാരണമായ ഭയം മൂലം മുൻപോട്ട് സ്റ്റെപ്പുകളെ വെക്കുവാൻ കഴിയത്തില്ല. അങ്ങനെ പറയുന്ന ചില വ്യക്തികളെ പരിശുദ്ധാത്മാവ് ഇന്ന് പകൽ തൊടാൻ പോകുകയാണ്. അങ്ങനെയുള്ള ചില വ്യക്തികളെ പരിശുദ്ധാത്മാവ് ധൈര്യത്താൽ നിറയ്ക്കും. ചില ഭയങ്ങളെയെല്ലാം കർത്താവ് എന്ന് പുറത്താക്കാൻ പോകുക. നിങ്ങളെ കർത്താവ് തൊടാൻ പോകുക. ഏത് ഭയത്താലാണോ നിങ്ങൾ നിൽക്കുന്നത്, അതിനെ ജയിക്കുവാൻ തക്കതായ കൃപ നിങ്ങളുടെ മേലുണ്ട്. അതിനെ ജയിക്കാനുള്ള അധികാരം നിങ്ങളുടെ കയ്യിലുണ്ട്. നിങ്ങൾ ഇന്ന് ആ ഭയത്തിൽ നിന്ന് വെളിയിൽ വരും. ഇന്ന് ആ ഭയത്തിൽ നിന്ന് കർത്താവ് നിങ്ങളെ വെളിയിൽ കൊണ്ടുവരും. ഈ ഇപ്പൊ നിങ്ങൾ നേരിടുന്ന വിഷയങ്ങളില്ലേ, ആ വിഷയത്തിന് നിങ്ങളെ തൊടാൻ പറ്റത്തില്ല. വിഷയങ്ങൾക്ക് നിങ്ങളെ തൊടുവാൻ പറ്റത്തില്ല. കാരണം നിങ്ങൾ നിൽക്കുന്നത് ദൈവിക കവറേജിനകത്താണ്. ഇന്ന് എവിടെയാ ഇരുത്തിയിരിക്കുന്നത്? നമ്മൾ ക്രിസ്തുവിൽ ആയിരിക്കുക, അല്ലേ? ക്രിസ്തുവിൽ ആയിരിക്കുന്ന എന്നെയും നിങ്ങളെയും ഈ പ്രശ്നത്തിന് തൊടാൻ പറ്റത്തില്ല. എവിടെയാ ഇരിക്കുന്നത്? ഒന്നോടെ ഒന്ന് പറഞ്ഞ്, എവിടെയാ ഇരിക്കുന്നത്? ക്രിസ്തുവിൽ ആകുമ്പോൾ എന്നാണ്, ക്രിസ്തുവിന്റെ അകത്താണ് ഞാൻ. പക്ഷെ ഈ ഭയം എന്താ ചെയ്യുന്നതെന്ന് അറിയാമോ? നമ്മളെങ്ങനെ ഈ വിഷയങ്ങളെ കാണിച്ച് പേടിപ്പിക്കും. ഇപ്പൊ നിന്നെ തീർത്ത് കളയും. ഇപ്പൊ നമ്മളെ ഒരു ഭയം നമ്മുടെ ഉള്ളിൽ കൊണ്ടുവന്ന് ഇട്ടിട്ട് മുൻപോട്ട് പോകാൻ പറ്റാത്ത വണ്ണം ബെഡിൽ നിന്ന് എഴുന്നേക്കാനോ അല്ലെങ്കിൽ മുൻപോട്ട് പുറത്ത് ഇറങ്ങി പോകാനോ കഴിയാതെ വണ്ണം ഇത് ഇങ്ങനെ നമ്മളെ ചെയ്യുമെന്നറിയാമോ? ലോക്ക് ചെയ്യും. ഈ ഭയം നമ്മളെ ചെയ്യുമെന്നറിയാമോ? ഇങ്ങനെ ഒതുക്കും. നീ മുന്നോട്ട് പോകാൻ പോകുക എന്ന് പറഞ്ഞ് അടുത്തിരിക്കുന്ന വ്യക്തിക്ക് ഒന്ന് കൈ കൊടുത്ത് പറയാം, നീ മുന്നോട്ട് പോകാൻ പോകുക. നിന്റെ കർത്താവ് മുൻപോട്ട് കൊണ്ടുപോകും. എത്ര പേർ അത് വിശ്വസിക്കുന്നുണ്ട്? ഇന്ന് നീ ഭയപ്പെടുന്ന വിഷയം ഒന്നും അല്ലാതെ വണ്ണം കർത്താവ് നിന്നെ അതിൻ്റെ അകത്ത് നിന്ന് വെളിയിൽ കൊണ്ടുവരും. ഇന്ന് ഞാൻ വളരെ വ്യക്തതയോടെ പറയാം, നീ ഏത് വിഷയത്തോടെ ഓർത്താണോ ഭയപ്പെടുന്നത്, ആ വിഷയം നിന്റെ ചിന്തയിൽ പോലും വരാതെ വണ്ണം അതിൻ്റെ അകത്ത് നിന്ന് കർത്താവ് നിന്നെ വെളിയിൽ കൊണ്ടുവരും. ഇന്ന് പകൽ അതിൻ്റെ പകലാണ്. ഇന്ന് അങ്ങനെ ലോക്ക് ചെയ്യപ്പെട്ട അവസ്ഥയിൽ ആരൊക്കെയോ ഇതിന്റെ മധ്യത്തിൽ നിൽക്കുന്നുണ്ട്. അത് പിശാചിന്റെ തന്ത്രമാണ്. മുന്നോട്ട് പോകാൻ കഴിയാതെ വണ്ണം പിടിച്ചു നിർത്തുന്ന പിശാചിന്റെ തന്ത്രമാണ്. ഇന്ന് പകൽ അത് തിരിച്ചറിഞ്ഞോണം.